സിയാർ ഇന്ന് രാവിലെ 5 മുതൽ കാണുന്ന, രാവിലെ 7 മണി മുതൽ കാണുന്ന കാഴ്ച, ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്ക് വെക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഷട്ടിൽ തൂക്കിയെടുത്ത് അകത്തിടാണ്. ഒരു പോലീസുകാരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കോടതി പിടിച്ച് അകത്തേക്ക് തള്ളുകയാണ്. സിയാർ, കേരളം പോകുന്നത് എങ്ങോട്ടാണ്? സിയാർ, കേരളം പോകുന്നത് എങ്ങോട്ടാണ്? സിയാർ, അല്ല, സഖാവ് സജീഷ് അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. കാരണം അദ്ദേഹമാണല്ലോ, അദ്ദേഹം 50 മിനിറ്റ് സംസാരിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ 4 പേരുള്ളത് കൊണ്ട് ഇപ്പോൾ അക്സറടക്കം ഒരാൾക്കൊരു അതിൻ്റെ ഒരു വീതം കിട്ടുകയാണ് അതിൻ്റെ ഭംഗി. അവിടെയാണ് ജോർജ് ഓർവെൽ പറഞ്ഞത്, ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. ജോർജ് ഓർവെൽ അന്നത്തെ സോവിയറ്റ് കാലത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ചും പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നീതിയുടെ കാര്യത്തിലാണെങ്കിലും നിയമപാലനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ അതിൽ നേരത്തെ ഇപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പോൾ രാജു പി നായർ അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓരോരുത്തരോടുള്ള നീതി, നാട്ടുകാരെ തല്ലി ചതച്ച ഒരു ഗൺമാൻ, അത് സർക്കാർ ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു. പോലീസുകാരനെ വെട്ടി അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ ഒരു പാർട്ടി നേതാവ് ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു. അവരൊന്നും ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്നത് കേരളത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷി അവരുടെ സംഘടനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്ക് വേണ്ടി നോക്കാം. ഞാനപ്പോൾ അതിൽ പോകുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിയമപരമായാണ് അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രമോദി 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയമപരമായി തന്നെയാണ്. ടീസ്റ്റാ സെറ്റിൽവാഡോ, MP ശ്രീകുമാറോ, അല്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയോ, ഇപ്പോൾ എന്തിനും മദനിയോ, അത് ഈ ആളുകളെയൊക്കെ പലരെയും പിന്നെ വെറുതെ വിട്ടു, ജാമ്യം കിട്ടി. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിൽ താമസിപ്പിച്ചത്, ജയിലിൽ പാർപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ ഭട്ട് ഇപ്പോൾ എത്ര കാലമായി കിടക്കുന്നു? 28 വർഷമായി. അതൊക്കെ നിയമപരമാണെന്ന് സജീഷ് പറയും. നിയമപരമാണല്ലോ, കാരണം കോടതി അംഗീകരിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ട് നിയമപരമാണ്, സർക്കാർ ചെയ്ത് ശരിയാണ്, ഒരു സംശയമില്ല. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇത് ജനങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ മോഡി നാളെ പറയും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ 2 പ്രാവശ്യം ജയിച്ചില്ലേ, ഇനി 3ാമത് ഞങ്ങൾ ജയിക്കും. അംഗീകരിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ജനങ്ങൾ കാണുകയല്ലേ, ഇന്ത്യയിലെ ജനങ്ങൾ കാണുകയല്ലേ. ഈ ജനങ്ങൾ കാണുന്നതും ഞങ്ങൾക്ക് അധികാരമുണ്ട് ചെയ്യുമെന്ന് പറയുന്നതും ഒരു അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഫാസിസ്റ്റ് നടപടിയെന്ന്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും നിയമങ്ങളുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷെ അടിയന്തരാവസ്ഥയാണോ ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ ചെയ്തത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പം സജീഷ് പറഞ്ഞു വയ്ക്കുന്നത്? അബദ്ധം അവിടെയാണ്. മോഡിയെയും ശരിയാക്കും, അടിയന്തരാവസ്ഥയും ശരിയാണെന്ന് പറയും. അത് അന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അടിയന്തരാവസ്ഥ കാലത്തായിരുന്നോ സജീഷ്? താങ്കളുടെ സമയത്ത് അടിയന്തരാവസ്ഥയുണ്ടോ? താങ്കളുടെ സമയത്ത് താങ്കളിലേക്ക് വരാം. ഇന്ന് അടിയന്തരാവസ്ഥയുണ്ടോ? പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതാണ്. പിണറായി വിജയനെ അടിച്ചത്, തല്ലിയത്, അദ്ദേഹം മുറിവുമായി വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരായി നടപടിയെടുത്തു. നമ്മളൊക്കെ അതിന് മാർച്ച് നടത്തിയാളാണ് ഞാനും. അതല്ല പ്രശ്നം. ഇപ്പോൾ കുഴപ്പം എന്താ? അടിയന്തരാവസ്ഥയിൽ ചെയ്തു, അല്ലെങ്കിൽ വേറൊരു കാലത്ത് ചെയ്തു, വേറെ ആളുകൾ ചെയ്തു, ഇപ്പോൾ മോഡി ചെയ്തു. അപ്പോൾ സജീഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്റ്റാൻ സ്വാമിയെയോ അല്ലെങ്കിൽ ടീസ്റ്റാ സെറ്റിൽവാഡിനെയോ ശ്രീകുമാറിനെയോ അറസ്റ്റ് ചെയ്തതിലൊരു തെറ്റുമില്ല. കാരണം അവരുടെ പേര് രാജ്യദ്രോഹ കുറ്റ. അഡ്വക്കേറ്റായ ആളെന്നുള്ള എനിക്ക് പറയാൻ കഴിയും, ആരെ വേണമെങ്കിലും 2 ആഴ്ച ജയിലിലിടാൻ IPCയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കോ വകുപ്പുണ്ട്. അത് എഴുതി ചേർത്താൽ മതി. അതിനെന്തെങ്കിലും തെളിവ് പറഞ്ഞാൽ മതി. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന വകുപ്പ് അനുസരിച്ചാണെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ അത് കോടതികൾക്ക് ജാമ്യം കൊടുക്കില്ല. അപ്പോൾ കോടതി ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഭയങ്കരമായ തെറ്റ് ചെയ്തു എന്നോ ഇനി കോടതി അതാണെങ്കിൽ എനിക്കറിയില്ല, ഞാനത് പറയുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തോട്ടെ, അതിനാർക്ക് തെറ്റ്? സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യും, പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും അടികൊണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും ഞാൻ തെറ്റായും പറയുന്നില്ല. പക്ഷേ അവിടെയാണ് പ്രശ്നം. പക്ഷേയാണ് വലിയ പ്രശ്നം. അത് ഏത് തരത്തിൽ ചെയ്യുന്നു? നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും ഇതുവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ലല്ലോ. നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും കിടന്നിട്ടില്ല. MLA എന്നുള്ള പ്രിവിലേജ് ആയിരുന്നു. ഇപ്പൊ നേരത്തെ രാജു പി നായർ പറഞ്ഞു സതീശ് EP ജയരാജൻ പറയുകയാണ് കല്ലും കമ്പും ഒക്കെ എടുത്ത് എറിഞ്ഞു എന്ന് ഭീകര കുറ്റം പറയാണ് എന്ന് പറഞ്ഞാൽ EP ജയരാജൻ ഈ സ്പീക്കറുടെ കസേര ഇങ്ങനെ എടുത്ത് മറിച്ചിടുന്ന ആംഗ്യമൊക്കെ ഇപ്പോഴും ആ വിഷയം കാണിച്ചിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതി വരെ പോയി CR. പൊതുമുതലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കി കഴിഞ്ഞു. 2011 ജൂൺ 29
കരിങ്കൽ സ്ഫോടക വസ്തു പോലീസുകാർ ഗുരുതര പരിക്കേറ്റതാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ടാറ്റോസുമോ തകർത്ത കേസാണ്. കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകിയത് 2022-ൽ. 2004 ഡിസംബർ 2 തൈക്കാട് സംഗീത കോളേജിനടുത്ത് SFI സർക്കാർ വാഹനം അടിച്ചു തകർത്തു. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1 അല്ല 2 ആവർത്തി സർക്കാർ അപ്പീൽ പോയി. പൊതുമുതലിനോട് അഗാധ സ്നേഹമാണ് കേട്ടോ CR. അല്ല, ഞാൻ പറഞ്ഞത് കാശ്മീർ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാം. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം നമ്മൾ പറയുമ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ. ഞങ്ങളുടെ ആളുകൾക്ക് ഉള്ള നിയമമല്ല നിങ്ങളുടെ ആളുകൾക്കുള്ളത്. ഇതന്നെയാ മോഡി പറഞ്ഞുള്ളൂ. ഭരണഘടന ഞങ്ങൾക്ക് ആളുകൾക്കുള്ള വേറെ, നിങ്ങൾക്കുള്ള ആളുകൾക്ക് വേറെ. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യ വിരുദ്ധത, ഏകാധിപത്യം എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞതുപോലെ മോഡി ചെയ്താൽ തെറ്റ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്താൽ തെറ്റ്. ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് കല്ലെറിഞ്ഞ ആളുണ്ട്. കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തല പൊട്ടി. ഇന്ന് വരെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഏതെങ്കിലും ഒരു സംഗതി കൊണ്ട് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അതുപോലെ ഒരാൾക്കും ഒന്നും പറ്റിയിട്ടില്ല. പറ്റരുത് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ ചെയ്താലും പിണറായി വിജയനെ ചെയ്താലും ആരെ ചെയ്താലും ഞാൻ അതിനെ 100% എതിർക്കുന്ന ആളാണ്. പക്ഷേ അന്ന് അതിനെ ന്യായീകരിച്ച ആളുകൾ ഇന്ന് വന്നിട്ട് ചെരുപ്പെറിഞ്ഞപ്പോൾ അത് എന്തോ വധശ്രമമാണ് എന്ന് പറയുകയാണ്. ശരി, ഞാൻ താമസിക്കും.